ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഈ കലാപം മണിച്ചേട്ടനൊക്കെ ആ ഫസ്റ്റ് തമിഴ് സിനിമ ആയിരുന്നപ്പോഴും ശരിക്കും ഉണ്ടായിരുന്നു. ഇല്ല മലയാളത്തിൽ പോലും തുടക്കത്തിൽ മണിയില്ല. ആ മണിക്ക് പകരം ആ സിനിമയിൽ അന്ന് നമ്മൾ കാസ്റ്റ് ചെയ്തിരുന്ന കുതിരോട്ടം പപ്പുച്ചേട്ടനാണ്. പുള്ളി അന്ന് അഭിനയിക്കുകയും ചെയ്തു, 2 ദിവസം അഭിനയിച്ചു. പക്ഷേ അവിടുത്തെ ആ പാട്ട് മാരിവില്ലൻ പാട്ടിൽ പപ്പുച്ചേട്ടൻ അഭിനയിച്ചിരുന്നു. പക്ഷെ പുള്ളിക്ക് അവിടുത്തെ ക്ലൈമറ്റ് പറ്റാതായി. കാരണം അതിനകത്ത് ആ സ്റ്റെപ്പ് കയറി ഇങ്ങനെ പാട്ട് പാടി വരുന്ന സ്ഥലം അത് 2-3 റിഹേഴ്സലായപ്പോൾ തന്നെ പുള്ളിക്ക് ശ്വാസം മുട്ടി. പുള്ളി പറഞ്ഞ് എനിക്ക് തണുപ്പ് പുള്ളിക്ക് പറ്റുന്നില്ല, പുള്ളിക്ക് ആസ്മയുണ്ട്. അങ്ങനെ പുള്ളി സ്വയം മാറി, എന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് മണിയെ വിളിച്ച് മണി വന്നു. അപ്പൊ എന്തായിരുന്നു വിളിക്കുക ശരിക്കും? ആറ് സജഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? സിയാദിൻ്റെ തൊട്ടുമുമ്പത്തെ പടത്തിലും മണി അഭിനയിച്ചു, മറവത്തൂർക്കാരിൽ. അതുകൊണ്ട് മണി ആദ്യം എൻ്റെ സിനിമയിലാണ് അഭിനയിക്കാനും വരുന്നത്. ഞാനാണ് മണി സിനിമയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് അങ്ങനെ ഞങ്ങളോട് രണ്ടുപേരോടുള്ളൊരു അടുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ വിളിച്ചാൽ അദ്ദേഹം തീർച്ചയായിട്ടും എത്തിയിരിക്കുമല്ലോ. അപ്പം അന്നും നമ്മൾ വിളിക്കുമ്പോൾ മണി ഫ്രീ ആയിരുന്നു, കൊണ്ട് വന്നു.